നമസ്കാരം, ദിസ് ഇസ് മീ അദീന ചന്ദ്രൻ ആൻഡ് യു ആർ വാച്ചിങ് ദി ലൈഫ്. അപ്പം ഞാൻ ഇന്നുള്ളത് കായപ്പഞ്ചിയിലെ എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ വീട്ടിലാണ്. അച്ഛന് ഇവിടെ രണ്ടാൾ ഭയങ്കര റൈഡിങ് ഞങ്ങൾക്ക് കാണിച്ചുതരാം. ഞാൻ ഇവിടെ ഇങ്ങനെ എടുക്കേണ്ട പ്ലാനൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ഇവിടെ വന്നൊക്കെ ഈ സ്ഥലം അപാര സ്ഥലം. എൻ്റെ ഫേവറേറ്റ് സ്ഥലമാണ്. എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ വീട്ടിലാണുള്ളത്. ഈ റെഡ് ടീഷർട്ട് കാണുന്നില്ലേ, മെറൂൺ ടീഷർട്ട്. അപ്പോൾ ഒരു ഹായ്. പിന്നെ മറ്റേത് കുട്ടനാണ്, കുട്ടനെ എല്ലാവർക്കും അറിയാലോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ഇന്നിങ്ങനെ തോണി പോക്കും പിന്നെ എന്താ പറയണത്, വേറെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇന്നത്തെ അഡ്വഞ്ചേഴ്സ്. നിങ്ങൾ നീന്തുക? ഇവരിപ്പാണ് നീന്തം പഠിച്ചത്. ഇവരെ ഭയങ്കര വീരസാഹസ നായകന്മാരാണ്. ടിക്ടോക്ക് എല്ലാം ഭയങ്കരമായിട്ട് ചെയ്യും. പിന്നെ നീന്തി കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പേര് പറയാനാ? ഓക്കെ, അടിപൊളി. ഇങ്ങനെ പറയാം. ജോബി കൃഷ്ണ. ഇനി പേര് ആശ്വിൻ കൃഷ്ണ. ജോബി കൃഷ്ണ, ആശ്വിൻ കൃഷ്ണയാണ് നമ്മളെ ഇന്നത്തെ താരങ്ങൾ അല്ലേ? ഓക്കെ, അപ്പം ഞാൻ നിങ്ങളെ ഇനി ഒരു സ്ഥലത്തേക്കാണ് കൂട്ടിക്കൊണ്ടുവന്നത്. ഇവിടുത്തെ ഒരു വൺ ചില്ലിങ് സ്പോട്ട് ഉണ്ട്. ചില്ലിങ് സ്പോട്ട് എവിടെയുള്ളത്? ഏറുമാടത്തിലേക്ക് പോകാന്നാലേ. ഓക്കെ, കമാൺ. നമ്മളിപ്പോ ഏറുമാടത്തിലേക്ക് പോവുകയാണ്. കമാൺ ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഏറുമാടത്തിലേക്ക് പോയിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഒന്ന് രണ്ട് ആൾക്കാരെ കണ്ടത്. അവരാരൊക്കെയാണ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇതാണ് മിസ്റ്റർ മണി. മിസ്റ്റർ എന്ന് പറയാൻ പറ്റില്ല, വാവ, ഒരു കുഞ്ഞു വാവയാണ്. പിന്നെ ഇതാണ് അപ്പു. ഇതൊരു അപ്പു മോനാണോ മോളാണോ എന്ന് എനിക്കും അറിയില്ല. പിന്നെ ഇനിയും കുറച്ച് ആൾക്കാരുണ്ട് പരിചയപ്പെടുത്താൻ. എല്ലാവരും ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇതെല്ലാം പിന്നെ നമ്മൾ മഞ്ചേച്ചിൻ്റെയും രാജേട്ടൻ്റെ സുന്ദരി കുട്ടികളാണ്. എല്ലാവരും നല്ല ക്ലീനായിട്ട് ആലയിലേന് റെസ്റ്റ് എടുക്കുകയാണ്. പിന്നെ ഇത് നമ്മൾ ചിത്തുവേട്ടൻ്റെ ഫൈറ്റർ. പിന്നെ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളും ഇവിടെ ഉണ്ട്. ഇനി അടുത്ത ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ സ്വന്തം മഞ്ജുവേച്ചി. മഞ്ജുവേച്ചി എൻ്റെ അച്ഛൻ്റെ ഇളയ പെങ്ങളാണ്. ഓക്കെ, ഞാൻ നിങ്ങളെ ഏറുമാടം കാണിച്ചു തരാൻ എന്നിട്ട് കൂട്ടിക്കൊണ്ടുവന്നിട്ടാണ് എല്ലാവരും പരിചയപ്പെടുത്തിയത്. ഓക്കെ, എല്ലാം കഴിഞ്ഞ് ഇതാണ് ഞാൻ പറഞ്ഞ ഏറുമാടം. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ 180 ഡിഗ്രി വ്യൂ കിട്ടും ഈ കായപ്പഞ്ചി പുഴേൻ്റെ. കായപ്പഞ്ചി പുഴയല്ല, ശരിക്കും അത് പെരിങ്ങത്തൂർ പുഴയാണ്. പെരിങ്ങത്തൂർ പുഴ ഇങ്ങനെ ഒഴുകി മാഹിയിലൂടെ അറബിക്കടലിലേക്ക് പോയി ചേരുന്നത് ഇങ്ങനെ നമുക്കിങ്ങനെ കാണാം. അറബിക്കടലിൽ പോയി ചേരുന്നൊന്നും കാണാൻ പറ്റില്ല. ഈ ഒരു സ്ഥലത്തുള്ള വ്യൂ നമുക്കിങ്ങനെ ആസ്വദിക്കാം. പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ? അങ്ങനെ കുട്ടനും അപ്പവും കൂടെയാണ് തോണിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത എൻ്റെ റൗണ്ടിന് വേണ്ടി ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. ഞാനിങ്ങനെ കുട്ടനും അപ്പവും റൗണ്ട്സ് കഴിഞ്ഞ് അവരുടെ തോണി സവാരിയും കഴിഞ്ഞ് വരുന്നതും കാത്തിങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് അടിപൊളി കമ്പനി ആയിരുന്നു ഇവർ രണ്ടാളും. ജോബിയും അച്ചൂട്ടനും കൂടെ ഇരുന്ന് ഇങ്ങനെ തള്ളി മറിക്കുമായിരുന്നു. എനിക്ക് നല്ല ടൈം പാസ്സായി. അങ്ങനെ കുട്ടനൊക്കെ വന്ന് കരക്ക് വന്നു. ഇനി അടുത്ത എൻ്റെ റൗണ്ടിന് വേണ്ടി ഞാൻ ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. അങ്ങനെ ഗായ്സ്, ഞാൻ സക്സസ്ഫുള്ളി തോണിയിൽ കയറിയിരിക്കുന്നു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് തോണിയിൽ കയറിയത് ഈ കുട്ടല്ലേ, കുട്ടൻ്റെ അമ്മേൻ്റെ വീട് കരിയാട്. അപ്പൊ ആടാ പണ്ട് ആ വീട്ടിലേക്ക് ഓന്റെ വീട്ടിലേക്ക് പോണെങ്കിൽ റോഡല്ല, നമ്മള് ഒരു പുഴവക്കത്തുനിന്ന് അപ്പുറത്ത് ക്രോസ് ചെയ്ത് ഓന്റെ വീട്ടിലെത്തി. അപ്പോഴാണ് ഫസ്റ്റ് ടൈം നമ്മള് എന്താ പറയണ്ട ജീപ്പ് റൈഡെല്ലാം എടുക്കുമ്പോലെ അതായത് ഫസ്റ്റ് ടൈം. സെക്കൻഡ് ഞാൻ തോണിയിൽ കയറുന്നത് ചിത്തുവാട്ടിൻ്റെ കൂടെയാണ്. ചിത്തു എന്ന് പറയുന്നത് നമ്മളെ അപ്പുവിന്റെ ഏട്ടൻ, എൻ്റെ അച്ഛൻ്റെ പെങ്ങളെ മൂത്ത മോൻ. അപ്പുവിൻ്റെ കൂടെ ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. കാരണം അപ്പുവിനെല്ലാം അന്നേരം ഒരു കുഞ്ഞനായിട്ടാണ് കണ്ട. അയ്യോ അവളെൻ്റെ കൂടെ പറഞ്ഞേക്കല. അങ്ങനെ ആദ്യമായിട്ട് ഇതാ അപ്പുവിൻ്റെ കൂടെ ഞാനും ഒരു റൈഡിന് പോകുന്നു. അങ്ങനെ ഇതാണ് അപ്പു. അപ്പു, ഈ തോണി നിങ്ങള് എത്ര കാലമായി ഇത്? നല്ല പഴക്കമുള്ളത്. ഇവിടെ വീട്ടിലിപ്പോ വാങ്ങിയിട്ട് ഒരു 10-30 കൊല്ലത്തിന്റെ. നിങ്ങളിങ്ങനെ സെക്കൻഡ് ഹാൻഡ് വാങ്ങുമ്പോൾ അങ്ങനെ നമ്മളൊരു കുടുംബക്കാരന്റെ വീട്ടിൽ നിന്ന് തന്നെ ഒഴിവാക്കുമ്പോൾ ഓറെടുത്ത് ഏകദേശം ഒരു 10-30 കൊല്ലം ഓറെടുക്കുന്നുണ്ട്. 10-70 കൊല്ലം പഴക്കമുള്ളത് തോന്നിയത്. ഇത് എന്റെ മക്കളെ പിള്ളേര് ഇല്ല വരൂല. നമ്മള് പോന്നാ, നമ്മൾ മാഹി പോന്നാ. നമുക്കെന്നാ തേങ്ങ എടുക്കാം. നമുക്കിവിടെ ഒരു തേങ്ങ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എടുക്കുന്നതാ. തേങ്ങ കിട്ടി. അപ്പുവേട്ടനെല്ലാം ചിത്തുവേട്ടനെല്ലാം അപ്പുവേട്ടെന്നാ പറയുന്നത്. അപ്പുവിനും ചിത്തുവേട്ടനെല്ലാം ഒരു മെയിൻ എന്താ പറയണ്ട പോക്കറ്റ് മണി ഉണ്ടാക്കുന്ന ഒരു ഇതാണ്. അതായത് ഒരു ചെറുപ്പത്തില് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, അപ്പുവേട്ടനെ ചിത്തുവേട്ടൻ എപ്പോഴല്ലോ ഇങ്ങനെ കുറെ തേങ്ങ പിടിച്ച് കൂടുതൽ ഇങ്ങനെയാന്ന് വെച്ചാല് പുഴയില് മഴ പെയ്യുന്നേരല്ലേ, മഴ പെയ്യുന്നേരം ഇങ്ങനെ
തേങ്ങ ഒലിച്ചു വരും. അപ്പോൾ ഇവരിങ്ങനെ തോണി എടുത്ത് വന്ന് അതെല്ലാം പിടിച്ചിട്ട് അത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഒരു പോക്കറ്റ് മണിക്കുള്ള വകുപ്പായി. വെട്ടിയാല് ഈ സൈഡ് അരിതിയിൽ കെട്ടില്ല കല്ലിന്റെ ഈ ചെടികൾ ഇതെല്ലാം വീടുകൊണ്ട് ഇല്ലെങ്കിൽ ഇടിഞ്ഞിടിഞ്ഞ് വീഴും. എൻ്റെ പ്രീവിയസ് വീഡിയോസിലെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു പുഴവക്കത്തൂടുള്ള റോഡ് പാത്തിക്കൽ നട്ട് മാഹീൻ്റെ ഒരു വ്ളോഗിൽ ഉണ്ടാവും. മോന്താൽ റോഡ്. ഇവിടെയും അതുപോലെ ടൂറിസം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഇവിടെയും അതുപോലെ തന്നെ ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിൽ റോഡും പിന്നെ എൻ്റെ അച്ഛൻ്റെ പെങ്ങൾ അതായത് അപ്പൂൻ്റെ എല്ലാം വീട്ടിൻ്റെ സൈഡിൽ ഒരു ഫുട്പാത്തൊക്കെ വരേണ്ട എന്തൊക്കെയോ പദ്ധതികളുണ്ട്. എനിക്കൊന്നൊരു 10-15 വർഷം കൊണ്ട് എന്തെങ്കിലും കണ്ടു തുടങ്ങും അല്ലേ? അപ്പോഴേക്കും നാടെല്ലൊന്ന് ടൂറിസം എല്ലാം എന്താക്കി ഒന്ന് സെറ്റാവും അല്ലേ? പിന്നെ ഞാനെന്നാ പറയണ്ടേ, ക്യാൻ വി ഓൾ ജസ്റ്റ് ഹാവ് എ ലുക്ക് അറ്റ് ദിസ് ബ്യൂട്ടി. ലുക്ക്, എന്ത് ഭംഗിയല്ലേ. പിന്നെ നമ്മളെ പെരിങ്ങത്തൂർ പുഴേൻ്റെ ആ ഒരു ഭംഗി. പിന്നെ എനിക്ക് എപ്പോഴും കൺഫ്യൂഷനാണ് എൻ്റെ ഫേവറേറ്റ് കളർ. എനിക്ക് ഇത് കാണുമ്പോൾ എന്താ തോന്നിച്ചാൽ എൻ്റെ ഫേവറേറ്റ് കളർ ഗ്രീൻ ആണെന്ന് തോന്നി. ബീച്ചിൽ പോയി എനിക്ക് തോന്നി എൻ്റെ ഫേവറേറ്റ് കളർ ബ്ലൂ ആണെന്ന്. എന്തൊരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ആണ് എൻ്റെ. ഇപ്പം നോക്കിയാട്ട് ആ പച്ചപ്പും ആ ആകാശം, മാംഗ്രോവ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ മാംഗ്രോവ് മാംഗ്രോവിൽ പെട്ട ഒരു തരം മര പോലെ ഇത്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തുഴ എൻ്റെ കയ്യിൽ ഞാൻ വാങ്ങി അപ്പൂൻ്റെ അടുത്ത് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പു പിന്നെ എനിക്ക് ട്യൂട്ടോറിയലായിരുന്നു. എങ്ങോട്ട് തുഴഞ്ഞാൽ എങ്ങോട്ട് പോകും, എങ്ങനെ ചെയ്താൽ എങ്ങോട്ട്. എൻ്റെ അമ്മോ, നമുക്ക് എന്താ പറയണ്ടേ, പരിചയം ഇല്ലാത്തത് കൊണ്ട് അതൊന്നും ആകുമ്പോഴേക്കും എൻ്റെ എനർജിയൊക്കെ അങ്ങോട്ട് തീർന്നു പോയായിരുന്നു. എടാ എനിക്ക് ആവണ്ട വിചാരിച്ച പോലെ വേറെ ലെഫ്റ്റ് അല്ല റൈറ്റ്, സോറി എൻ്റെ മക്കളെ കുറച്ച് പണിയുണ്ട്. ഞാൻ കുറച്ച് സമയം തുഴഞ്ഞു നോക്കി. ഞാൻ തുഴഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അടുത്തൊന്നും നമ്മൾ പോണ്ട സ്ഥലത്ത് പോകില്ല എന്നുള്ളത് കൊണ്ട് പിന്നെയും നമ്മൾ അപ്പൂൻ്റെ കയ്യിൽ തന്നെ തുഴ കൊടുത്തിരിക്കുന്നു. ഏകദേശം അച്ചൂട്ടനും ജോബിയും അവരുടെ ടേണിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അതിങ്ങനെ വിളിച്ചോണ്ടിരുന്നത്. അങ്ങനെ അവർ ഭയങ്കര എക്സൈറ്റഡ് ആയി. അങ്ങനെ ഞാൻ ശരി ഇവർ തോണിയിൽ പോകുമ്പോൾ നമ്മുടെ കുട്ടനെ കാണുന്നില്ലല്ലോ സ്ക്രീനിൽ എവിടെ, അവൻ എന്താ ചെയ്യുന്നതെന്നും പോയി നോക്കാമെന്ന് പോകുമ്പോൾ നമ്മുടെ കുട്ടൻ ചേട്ടൻ ഇതാ നല്ല മുതലെങ്ങാൻ കിടക്കുമ്പോൾ കിടന്നിങ്ങനെ ചില്ല് ചെയ്യുന്ന. അപ്പം പിന്നെ ഞാനും ഒന്നും നോക്കിയില്ല, അവൻ്റെ കൂടെ അങ്ങ് കൂടി. ഞാനും കുറച്ച് സമയം നന്നായിട്ട് അവിടെ വെറുതെ ഇങ്ങനെ കിടന്ന് നല്ലോണം ഒന്ന് ചില്ല്. അങ്ങനെ അപ്പു എല്ലാവരുടെ റൈഡ്സും എല്ലാവരും ഒന്ന് റൗണ്ട്സൊക്കെ കൊടുത്ത് എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവന്നു. അപ്പോഴാണ് ഞാൻ എൻ്റെ മാമൻ്റെ മക്കൾക്ക് ഫോൺ ചെയ്ത് വീഡിയോ കോൾ ചെയ്ത് മൊത്തം കാണിച്ച് അവരാകെ കൊല്ലുമലയൻ അവരെ കൂട്ടാണ്ട് വന്നതിൻ്റെ സങ്കടമായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ടൈം എന്തായാലും കൂട്ടിക്കൊണ്ടായിരുന്നു. അവരുടെ അടുത്ത് പ്രോമിസ് ഒക്കെ ചെയ്ത് അവരൊന്ന് സമാധാനിച്ച് അവിടെ ഇരുത്തി. ഞങ്ങളുടെ അടുത്ത മെയിൻ പരിപാടി, ഞാൻ മഞ്ചേച്ചിൻ്റെ അടുത്ത് വന്നത് തന്നെ മെയിൻ ചോറ് തിന്നാനാണ്. മഞ്ചേച്ചിൻ്റെ ചോറ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അവിടെ എന്തൊക്കെയുണ്ടായിരുന്നു വെച്ചാൽ സാമ്പാർ, പിന്നെ അയല പുളി മുളകിട്ടത്, ബീട്രൂട്ട് ഉപ്പേരി, പിന്നെ കൊണ്ടാട്ടം, പച്ചടി, പപ്പടം, പിന്നെ മുട്ട, ഇതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂട്ടി നന്നായിട്ട് ഒരു പിടി അങ്ങ് പിടിച്ചു. ഗൈസ്, അങ്ങനെ ഇന്നത്തെ പരിപാടി ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഇനി കുറച്ച് കുളിസിനും കൂടെ നമുക്ക് കാണാം അല്ലേ? എല്ലാരും ഇങ്ങോട്ട് ഈ പെണ്ണിനെ കൂട്ടിട്ട് മീൻ പിടിക്കുന്നു. മാസ്ക് വെച്ചോണ്ട് മീശ കാണുന്നില്ല. അപ്പാട് അരിയത്തെത്തിയാരെ മീശ കണ്ടതായ ഇത് ചെക്കനേനോന്ന് വെച്ചോളൂ. നമ്മുടെ അപ്പു മുടി വളർത്തീനല്ലോ, അപ്പൊ അതിന്റെ കമന്റിങ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ മഞ്ചേച്ചീൻ്റെ പാഷൻ ഫ്രൂട്ടാണ്. അവിടെ ഇങ്ങനെ പാഷൻ ഫ്രൂട്ട് ഉണ്ടായിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ മഞ്ചേച്ചിക്ക് രാജേട്ടനും കുറച്ച് കൃഷിയൊക്കെ ഉണ്ട്. അത് പിന്നീട് ഒരു ദിവസം ഞങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ ഈ അന്നത്തെ ദിവസം ഞങ്ങൾ നല്ലോണം സംസാരിച്ചും അങ്ങനെ കുറേ സൊറ പറഞ്ഞ് ഞങ്ങളുടെ ദിവസം അങ്ങനെ അവിടെ അവസാനിച്ചു. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ ഒരു ദിവസം കാണുന്നവരെ, ദിസ് ഇസ് മീ അദീന ചന്ദ്രൻ സൈനിങ് ഓഫ് ഫ്രം ദി ലാ.